ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മിസ്റ്റിക് ഫ്ലേവേഴ്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് ചിക്കൻ ചന മസാല റെസിപ്പിയാണ്. പെട്ടെന്ന് ആരും ട്രൈ ചെയ്യാത്തൊരു കോമ്പിനേഷനാണല്ലേ, ചിക്കനും ചനയും വെള്ളക്കടലയും ചിക്കനും വെച്ചിട്ടൊരു കോമ്പിനേഷൻ. നമുക്ക് ആ ഒരു കോമ്പിനേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ നിങ്ങളിതിന് മുന്നേ ഈ കോമ്പിനേഷൻ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ ഒട്ടും വൈകിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ മസാല തയ്യാറാക്കിയെടുക്കാൻ ആദ്യം വെള്ളക്കടല വേവിച്ചെടുക്കണം. ഒരു 6 to 7 hours സോക്ക് ചെയ്ത് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കൊരു പാത്രം വെച്ച് ചൂടായി വരുമ്പോൾ ഒരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ നെയ്യ് വേണ്ടാന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്താൽ മതി. 2 മീഡിയം സൈസ് സവാള ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ നമ്മൾ വഴറ്റിയെടുക്കണം. ബ്രൗൺ കളർ ആവാൻ നിൽക്കണ്ട, ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. സവാള സോഫ്റ്റ് ആവാനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ബാക്കി നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വെളുത്തുള്ളി, പച്ചമുളക്, ഒരു 2 പച്ചമുളകും ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും ചതച്ചതും കൂടിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് സവാളൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് വരെ മൂടി വെച്ചൊന്ന് വേവിക്കാം. ഇപ്പോൾ ഇത് 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് മൂടി ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. അടിയിൽ പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഈ ഒരു 2 തക്കാളി, മീഡിയം സൈസ് തക്കാളി മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക. അതൊന്ന് ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിന് കൂടെ തന്നെ നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ നിറയെ മല്ലിപ്പൊടി, എരിവിന് ആവശ്യമായ മുളക് പൊടി, ഒരു 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി, അത് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് 2 സ്പൂൺ പുളിയില്ലാത്ത നല്ല കട്ട തൈര്, യോഗേർട്ട് ആയാലും മതി, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് മൂടി വെച്ച് കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ മൂടി വെച്ച് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഓയിലൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് ഒരു കുറച്ച് എടുത്തിട്ട്, അപ്പോൾ അങ്ങനെ കണക്കൊന്നുമില്ല, കുറച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മൂടി വെച്ച് ഒന്നുകൂടെ കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ മസാല ഒക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. സൈഡിൽ നോക്കിയാൽ നമുക്ക് ഓയിൽ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വരുന്നത് കാണാൻ പറ്റും. ഈ ഒരു സ്റ്റേജ് ആവണം, അല്ലെങ്കിൽ ആ മസാലയുടെ പച്ചമുളകൊക്കെ എടുത്ത് കറിക്ക് പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആയി കഴിഞ്ഞാൽ നമ്മൾ വേവിച്ച് വെച്ച വെള്ളക്കടല കുറച്ച് വെള്ളത്തോടു കൂടെ, കടല വേവിക്കാനെടുത്ത് വെള്ളത്തോടു കൂടെ കുറച്ച് വെള്ളം മതി, ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ചെറുതായി തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് മൂടി വെച്ച് കുറച്ച് സമയം കുക്ക് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് അത് ഒന്ന് നന്നായി കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ നന്നായി തിളയ്ക്കുന്നുണ്ട്, ഓയിലൊക്കെ ഇത് മുകളിൽ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ കുറച്ച് ഉപ്പ് നേരത്തെ ചേർത്തിട്ടുള്ളൂ, കടലയിൽ ഉപ്പിടാതെയാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് 1 മിനിറ്റും കൂടെ ഒന്ന് മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ കറി റെഡിയായി. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത്. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക്സ് അറിയിക്കുക. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാവും. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കീപ് സപ്പോർട്ടിങ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സീ യു സൂൺ അഗെയിൻ.